നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കുണ്ടായി ചൂളയ്ക്കൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് പരിക്കേറ്റത്. കാട്ടുപന്നി ശല്യം മൂലം കൃഷിനാശം നേരിട്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര കർഷകർ. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് കോടാലിൽ നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകരയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചു. വെണ്ടൂർ ചുങ്കം കടങ്ങാട്ടുപറമ്പിൽ 66 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കുണ്ടായി ചൂളയ്ക്കൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് പരിക്കേറ്റത്. കാലിനും പുറത്തും പരിക്കേറ്റ ഭാസ്കരൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റിലാണ് സംഭവം. പുഴയിൽ നിന്നും കയറി വന്ന കൊമ്പൻ ടാപ്പിംഗ് നടത്തിയിരുന്ന ഭാസ്കരനെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് പുറത്തടിയേറ്റ ഇയാൾ തെറിച്ചു വീഴുകയായിരുന്നു. സമീപത്ത് വീണുകിടന്ന മരത്തിന്റെ ഇടയിൽ കിടന്ന ഭാസ്കരനെ ആന വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്തെ തൊഴിലാളികൾ ഒച്ചയുണ്ടാക്കിയതിനെ തുടർന്നാണ് ആന മാറിപ്പോയത്. പരിക്കേറ്റ ഭാസ്കരനെ തൊഴിലാളികൾ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കുണ്ടായി തോട്ടത്തിൽ 25ഓളം ആനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. 2 ദിവസം മുൻപ് എച്ചിപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരുന്നു. വലിയകുളം, പിള്ളത്തോട്, എച്ചിപ്പാറ, ചൊക്കന, എലിക്കോട് പ്രദേശത്തും കാട്ടാനശല്യം തുടരുകയാണെന്നും വനപാലകർ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ ആന വരുന്നത് കണ്ടില്ല, പുഴയെന്ന് കയറി വരുന്ന ആന കയറി വരണം ഓടിച്ചാണ്ട് തട്ടി വീണു. തുമ്പിക്കൈക്ക് പുറത്തടിച്ചു. അപ്പം വീണു. ഒരു മരം വീണിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ വീണ്. അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നീങ്ങിയ ആന ചവിട്ടിനും കുത്തി നോക്കിയിട്ടുണ്ട്. ആനര കൊമ്പോളെന്ത് നഷ്ടപ്പെടായിട്ട് അത് കാരണം കൊണ്ട് തെറ്റിക്ക് രക്ഷപ്പെട്ടു. കാട്ടുപന്നി ശല്യം മൂലം കൃഷിനാശം നേരിടുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര കർഷകർ. രാത്രിയായാൽ ഒറ്റയ്ക്കും കൂട്ടമായും ഇറങ്ങുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ രാത്രി കടമ്പോട് കുറ്റിച്ചിറ ഭാഗത്ത് ഇറങ്ങിയ ഒറ്റയാൻ പന്നി പുണർക്കെ ബാബുവിന്റെ വാഴത്തോട്ടം നശിപ്പിച്ചു. 25ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നി കുത്തിമറിച്ച് നശിപ്പിച്ചത്. സമീപത്തെ കൃഷിസ്ഥലങ്ങളിലുള്ള കൊള്ളിക്കൃഷിയും പന്നി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ പലവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ലെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. വാഴ, നെല്ല്, ചേമ്പ്, ചേന തുടങ്ങിയ എല്ലാവിധ വിളകളും കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ നശിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് കോടാലിയിൽ നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ VS നിജിൽ, സനല ഉണ്ണികൃഷ്ണൻ, ദിവ്യ സുധീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അജയകുമാർ, തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ VT അജയകുമാർ, CPIM വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി PK രാജൻ, KS ബിജു, സൂരജ് KS, ഷാൻഡോ കൈതാർ എന്നിവർ സംസാരിച്ചു. കൊടകരയിൽ ബൈക്കിടിച്ചു പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചു. വെണ്ടൂർ ചുങ്കം കടങ്ങാട്ടുപറമ്പിൽ മുഹമ്മദ് അലിയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച കൊടകര സർവീസ് റോഡിലായിരുന്നു അപകടം. ഉടനെ കൊടകര സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചാലക്കുടി, തൃശൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. ഭാര്യ സുബൈദ, മക്കൾ റിൻഷാദ്, റിനിയ, മരുമക്കൾ സിജാർ, ഷാഹിന. പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീ പിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. ഒരാഴ്ച മുൻപായിരുന്നു അപകടം. ചാലക്കുടി പരിയാരം അങ്ങാടി കപ്പേളയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ അമ്പ് തിരുനാൾ ആഘോഷത്തിനിടയിലാണ് സംഭവം. അമ്പ് കടന്നു വരുന്ന വഴിയുടെ അടുത്തുള്ള കടയിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങാൻ എത്തിയതായിരുന്നു ശ്രീകാന്ത്. ഇറച്ചി ഓർഡർ ചെയ്ത് ബൈക്കിൽ കാത്തിരിക്കുകയായിരുന്നു.
അതിനിടെ പൊട്ടിയ പടക്കം തെറിച്ച് ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ വീണ് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ശ്രീകാന്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് തുടക്കമായി. ശനിയാഴ്ച വൈകിട്ട് 4:30 നടന്ന ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ ചടങ്ങുകൾക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികനായി. രാത്രിയാണ് ദൃശ്യശ്രാവ്യ മാധുര്യത്തോടെയുള്ള അമ്പെഴുന്നള്ളിപ്പ്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30 കുർബാന, 6:30 ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നീ ചടങ്ങുകൾക്ക് ഫാദർ ജോജോ എടത്തിരുത്തി കാർമ്മികത്വം വഹിക്കും. 8:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി തെക്കീനിയത്ത് കാർമ്മികനാകും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികത്വം വഹിക്കും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി അമ്മുത്തൻ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദർശനം, ആകാശ വിസ്മയം എന്നിവയും ഉണ്ടാകും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പ്രചോദി കോളേജ് റോഡിലെ സെന്റ് ജോർജ് നഗറിൽ സംഘടിപ്പിക്കുന്ന JCI തൃശൂർ ഗ്രീൻ സിറ്റി കാർണിവൽ ഫൺ ഫെയർ ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാരത്ത്, പോലീസ് SHO സജീഷ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ജിൻഡോ ജോസഫ്, ഷാജു കാളിയങ്കര, അൽജോ പുളിക്കൻ, ഷൈനി ജോജു, സെബി കൊടിയൻ, ആൻസി ജോബി, ജോസൻഡോ തോമസ്, സെബൻ പല്ലൻ, ജോബി മധുരക്കറി, സതീശൻ വാഴപ്പള്ളി, ഇയാൻ ജോസൻഡോ എന്നിവർ പ്രസംഗിച്ചു. തിങ്കളാഴ്ച വരെ വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയാണ് കാർണിവൽ. ഞായറാഴ്ച രാത്രി 8-ന് DJ പാർട്ടിയും തിങ്കളാഴ്ച രാത്രി 7-ന് കരോക്കെ ഗാനമേളയും ഉണ്ടായിരിക്കും. റൈഡുകളും വിവിധ ഇനം സ്റ്റാളുകളും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 5:45-നും 7-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ പുളിക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 3:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ആരംഭിക്കുന്ന ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7-ന് സമാപിക്കും. തുടർന്ന് വർണ്ണക്കാഴ്ച. തിങ്കളാഴ്ച രാവിലെ 6-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാനയും ഒപ്പീസും ഉണ്ടായിരിക്കും. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന ടൗൺ അമ്പ് 6 മണിക്ക് പള്ളിയിൽ സമാപിച്ച് 1 മണിക്കൂർ ബാൻഡ് വാദ്യാഘോഷം നടക്കും. വൈകിട്ട് 7-ന് കൊച്ചിൻ കലാഭവന്റെ ഗാനമേള അരങ്ങേറും. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര കർമ്മങ്ങളും ശുദ്ധിയും ഞായറാഴ്ച സമാപിക്കും. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, തിലഹോമം, ദ്വാദശനാമം, കാൽ കഴുകിച്ചൂട്ട്, പശുദാനം, കർമ്മിക്ക് വെച്ച നമസ്കാരം, സാധ്വികൾക്ക് ദാനം, വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും, വൈകിട്ട് ഗണപതി പൂജ, പ്രസാദശുദ്ധി, രക്ഷാഗ്നഹോമം, വാസ്തുഹോമം, അസ്ത്രകലശ പൂജ, ഹോമസീപാദ സമർപ്പണം, വാസ്തുപുണ്യാഹം, വാസ്തുബലി, അത്താഴ പൂജ എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് ശ്രീ പള്ളത്തപ്പന്റെ അന്നദാനമുണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഞായർ രാവിലെ 5-ന് ഗണപതി ഹവനം, 5:30-ന് ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, പഞ്ചവിംശതി കലശാഭിഷേകം, 8-ന് പന്തീരടി പൂജ എന്നിവ നടക്കും. 8:30 മുതൽ 10:30 വരെ പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി എന്നിവ ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ വൈകുന്നേരം 4:45 വരെ പൂരം വരവ്, പാണ്ടിമേള അകമ്പടിയിൽ 5 മുതൽ 7 വരെ എഴുന്നള്ളിപ്പും നടക്കും. രാത്രി 8-ന് ക്രേങ്കന്നൂർ കളേഴ്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഈവ് അരങ്ങേറും. ചെറുവാൾ ജനത ലോവർ പ്രൈമറി സ്കൂൾ 69-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KK അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപിക ലിൻഡ മാത്യൂസ്, സുധീഷ് ചന്ദ്രൻ, ലിജോ, MT ഡാലി, KN ഗോപാലകൃഷ്ണൻ, മൃദുല പ്രശാന്ത്, അമൃത നിധീഷ്, TS ശിവദേവ്, CG ബീന എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 9, 10, 11 തീയതികളിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചനയും വേദമന്ത്രാർച്ചനയും നടത്തും. 40 വർഷത്തിനു ശേഷമാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കല്ലൂർ പടിഞ്ഞാറേപ്പള്ളി മഠം വഴി അങ്കണവാടി റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. റോഡിൽ സഞ്ചരിക്കുന്നവരുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റുന്ന വിധമാണ് പൈപ്പിലൂടെ വെള്ളം പാഴാകുന്നത്. നിരവധി പേരാണ് സംഭവത്തിൽ ആക്ഷേപമുന്നയിച്ചത്. കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് കുറ്റിമുല്ല തൈ വിതരണം, കൃഷി പാഠശാല സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി തൈ വിതരണം, വളം വിതരണം എന്നിവയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു.
കൊടകര പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ രാജേശ്വരി അധ്യക്ഷയായി. കൃഷി ഓഫീസർ സ്വാതി ലക്ഷ്മി, കുടുംബശ്രീ അഗ്രികൾച്ചറൽ CRPs റോസ്ലി പാപ്പച്ചൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മുട്ടക്കോഴി വിതരണത്തിന്റെ 2ാം ഘട്ടം പന്തല്ലൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KK രാജൻ അധ്യക്ഷനായി. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, NM പുഷ്പാകരൻ, രാധാ വിശ്വംഭരൻ, നന്ദിനി സതീശൻ, ഡോക്ടർ ജോഷി CI എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കല്ലൂർ പാലക്കപ്പറമ്പിൽ സ്വീകരണം നൽകി. ചെറുകിട വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ സെബാസ്റ്റ്യൻ മഞ്ഞളി ക്യാപ്റ്റനായാണ് ജാഥ നടത്തുന്നത്. കല്ലൂർ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പ്രിബരൻ ചുണ്ടേലപ്പറമ്പിൽ, സെക്രട്ടറി സജിത് പൂന്തുരുത്തി, ആന്റോ കാട്ട്ലപ്പീടിക, തോമസ് മഞ്ഞളി, പ്രഭുദാസ് എന്നിവർ സംസാരിച്ചു. വ്യാപാര സംരക്ഷണ ജാഥയുടെ പ്രചരണാർത്ഥം പുതുക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി ജാഥ ക്യാപ്റ്റനായി നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് നന്ദിപുരം യൂണിറ്റിൽ സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് KC ഗോപാലൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സുമേഷ് നിവേദ്യം, പ്രതീഷ് പോൾ, ഫൗസിയ ഷാജഹാൻ, സജിത ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. അരുൺ ബാലകൃഷ്ണൻ, സാബു ചെതലൻ, അൽഫോൻസ പൌലോസ്, ബിജു, ലിൻസൺ എന്നിവർ നേതൃത്വം നൽകി. സച്ചിദാനന്ദൻ മാഷ് ഖേദം പ്രകടിപ്പിച്ചതോടെ വിഷയം അവസാനിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി സംസാരിച്ചിരുന്നു. പ്രശ്നം പണമല്ലെന്നും സാഹിത്യകാരന്മാർക്ക് മറ്റു കലാകാരന്മാർക്ക് ലഭിക്കുന്നത് പോലെ പരിഗണന ലഭിക്കുന്നില്ല എന്നതാണെന്നും മന്ത്രി പറഞ്ഞു. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തൃപ്രയാർ വലപ്പാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. നാട്ടിക ബീച്ച് സ്വദേശി 26 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ശനിയാഴ്ച പുലർച്ചെ 5:45 വലപ്പാട് കുരിശുപള്ളിക്ക് സമീപമായിരുന്നു അപകടം. ബൈക്കിൽ സഹയാത്രികനായിരുന്ന നാട്ടിക 24 വയസ്സുള്ള സഫാവിനും അപകടത്തിൽ പരിക്കേറ്റു. അതിരപ്പള്ളിയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിരപ്പള്ളി പ്ലാന്റേഷൻ ഡിവിഷൻ വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലെ കക്കയം ഭാഗത്താണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. രാവിലെ തോട്ടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആനയുടെ ജഡം ആദ്യം കണ്ടത്. ഉടൻ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. പ്രായാധിക്യം മൂലമാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ആന ചെരിയാനിടയായത് എന്നതുൾപ്പെടെ വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് വനംവകുപ്പ് അറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് കാലടി പ്ലാന്റേഷൻ ഡിവിഷനിലും ഒരു ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് നിന്നും കല്ലൂരിലേക്ക് വാഹനത്തിൽ കൊണ്ടുവരുന്നതിനിടെ സർജിക്കൽ കട്ടിലിന്റെ ഇരുമ്പുകാൽ നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ 9946009391 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5810 രൂപ, പവന് 46,480 രൂപ. ഇഞ്ചക്കുണ്ട് എരുമക്കാടൻ പരേതനായ മാധവന്റെ ഭാര്യ കാർത്തേയനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രിക, പരേതരായ ചന്ദ്രൻ, രവി എന്നിവർ മക്കളും, അംബിക, ഭാരതി, ബാലൻ എന്നിവർ മരുമക്കളുമാണ്. ആമ്പല്ലൂർ വടക്കുമുറി ഊട്ടോളി ജനാർദ്ദനൻ ഭാര്യ റിട്ടയേർഡ് സെയിൽസ് ടാക്സ് ഇൻസ്പെക്ടർ ബേബി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജ്യോതി, അശ്വതി എന്നിവർ മക്കളും, അജയ്കുമാർ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. കുണ്ടായി ചൂളയ്ക്കൽ 64 വയസ്സുള്ള ഭാസ്കരനാണ് പരിക്കേറ്റത്. കാട്ടുപന്നി ശല്യം മൂലം കൃഷിനാശം നേരിട്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ മലയോര കർഷകർ. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് കോടാലിൽ നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകരയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചു. വെണ്ടൂർ ചുങ്കം കടങ്ങാട്ടുപറമ്പിൽ 66 വയസ്സുള്ള മുഹമ്മദ് അലിയാണ് മരിച്ചത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.